രാധേ രാധേ. ഗുഡ് മോർണിംഗ്. രാഹുൽ എന്ന പേരിനെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. രാഹുൽ എന്ന പേരുള്ള നിരവധി പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഗൗതമ ബുദ്ധൻ തൻ്റെ മകന് രാഹുൽ എന്ന പേര് നൽകിയത് മനഃപൂർവമാണ്. അതൊരിക്കലും ഒരു നല്ല പേരല്ല, അതൊരു രാക്ഷസ രൂപിയുടെ പേരാണ്. ഹിന്ദു പുരാണങ്ങളിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പോൾ ചന്ദ്രനെ വിഴുങ്ങുന്ന രണ്ട് ഇതിഹാസ കഥാപാത്രങ്ങളാണ് രാഹുവും കേതുവും. ചന്ദ്രനെ വിഴുങ്ങാൻ അവർ കോടാനുകോടി വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ മകൻ ചന്ദ്രനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഹുവിനെ പോലെയാണ്. ബ്രഹ്മജ്ഞാനം നേടുന്നതിൽ നിന്നും എന്താണ് പ്രപഞ്ചത്തിന്റെ രഹസ്യമെന്നറിയുന്നതിൽ നിന്നും തന്നെ തടയാനാണ്, ആ വഴി മുഴുവൻ വിഴുങ്ങാനാണ് അവന്റെ വരവെന്ന് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞിനെ അധിക്ഷേപിക്കാൻ വേണ്ടി തന്നെയാണ് ഗൗതമ ബുദ്ധൻ തൻ്റെ മകന് രാഹുൽ എന്ന് പേരിട്ടത്. പ്രപഞ്ചത്തിലെ ഓരോ മനുഷ്യന്റെയും മക്കള് രാഹുലന്മാരാണ്, ചന്ദ്രനെ വിഴുങ്ങുന്ന രാഹുലന്മാര്. നോക്കൂ, നിങ്ങൾക്ക് ഭഗവാനോട് അടുക്കാൻ, മോക്ഷം കിട്ടാൻ ഏറ്റവും വലിയ തടസ്സം മക്കളോടുള്ള അറ്റാച്ച്മെന്റ് ആണ്, ഒട്ടലാണ്. കാമുകനോടും കാമുകിയോടുമുള്ള അറ്റാച്ച്മെന്റ് ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ ഇല്ലാതാകും. ഭർത്താവിനോടും ഭാര്യയോടുമുള്ള അറ്റാച്ച്മെന്റിനും ഒരു പരിധിയുണ്ട്. ഒരു പ്രത്യേക ഏജ് കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് നിൽക്കും. എന്നാൽ മക്കളോടുള്ള അറ്റാച്ച്മെന്റ് 80ാമത്തെ വയസ്സിലും നിങ്ങളിൽ ഉണ്ടാകും. ഒരാളോടെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഭഗവാന്റെ ദർശനം കിട്ടില്ല, ബ്രഹ്മജ്ഞാനം കിട്ടില്ല. ബാക്കിയൊക്കെ കണ്ടു എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഭ്രമങ്ങളാണ്. ഓർക്കുക, നിങ്ങളുടെ മക്കളുടെ പേരെന്തായാലും, നിങ്ങളുടെ മക്കൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെല്ലാം രാഹുലന്മാരാണ്. നിങ്ങളുടെ സത്യാന്വേഷണത്തിന്റെ, നിങ്ങളുടെ മോക്ഷത്തിന്റെ വഴിയെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന രാഹുലന്മാരാണവർ. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് മുജ്ജന്മ ശത്രുക്കളാണ് ഈ ജന്മത്ത് മക്കളായി പിറക്കുന്നതെന്ന്. അവര് മുജ്ജന്മ ശത്രുക്കളാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. ആധ്യാത്മികമായ പാതയിൽ, ആധ്യാത്മികമായ രീതിയിൽ നിങ്ങളുടെ മുന്നേറ്റത്തിനുള്ള ശത്രുക്കളാണ് അവര്. അതുകൊണ്ട് അവര് മുജ്ജന്മ ശത്രുവാണോ അല്ലയോ, പക്ഷെ ഈ ജന്മത്തിൽ ആധ്യാത്മികതയുടെ കാര്യത്തിൽ അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. യാതൊരു സംശയവും വേണ്ട, അവർ രാഹുലന്മാരാണ്. ആ രാഹുലന്മാരെ വിട്ട നിമിഷമാണ് ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനോദയത്തിന്റെ ആദ്യത്തെ സൂര്യകിരണം കിട്ടിയത്. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ.